ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ നടക്കുന്ന ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർണ്ണാശ്രമ ധർമ്മത്തിലൂന്നിയ സനാതനധർമ്മത്തെ പൊളിച്ചെഴുതാനാണ് ഗുരു ശ്രമിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് യോജിക്കാത്ത പ്രതികരണമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേത്. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ കടന്നുകയറാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്ന ആഹ്വാനമായിരുന്നു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. എന്നാൽ പ്രസംഗത്തിൽ ഒരിടത്തും BJP എന്നോ സംഘപരിവാർ എന്നോ പറഞ്ഞില്ല. ചാതുർവർണ്ണ രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന സ്ഥലമായാണ് ശ്രീനാരായണ ഗുരു കേരളത്തെ കണ്ടത്. അതിന് വിഘാതമായ കാര്യങ്ങളെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് യോജിക്കാത്ത പ്രതികരണം SNDP യോഗം ജനറൽ സെക്രട്ടറിയിൽ നിന്നുണ്ടായി. ഗുരുവിനെ ആരാധിക്കുന്നതിന് എതിരായ വിമർശനങ്ങൾ പരാമർശിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി സനാതനധർമ്മം പരാമർശിച്ചത്. മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുമെന്നാണ് വേദം പറയുന്നത്. മന്ത്രി VN വാസവൻ, BJP നേതാവ് PK കൃഷ്ണദാസ്, ചാണ്ടിയുമ്മൻ MLA, ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. 24 തിരുവനന്തപുരം.